തിരുവനന്തപുരം പാറശാലയിൽ വഴിയരികിൽ ഗുരുതര പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. വള്ളവിള പുതുവൽ പുത്തൻ വീട്ടിൽ ഹനീഫയുടെ മകൻ അസീമാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ദമ്പതികളായ കൊല്ലങ്കോട് മേടവിളാകം സ്വദേശി ഷമീർ, ഭാര്യ അടയ്ക്കാക്കുഴി മാങ്കുഴി ചെറുകോട് വീട്ടിൽ ജെനീഫ ആൽബർട്ട് എന്നിവരെ പൊഴിയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അസീമിനെ കൊലപ്പെടുത്തിയ ശേഷം അപകടമരണമാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇവരുടെ ശ്രമമെന്ന് പോലീസ് പറഞ്ഞു. ചെങ്കവിള ഒറ്റപ്പാവിള റോഡിൽ പനങ്കാലിക്ക് സമീപം വ്യാഴാഴ്ച രാത്രി 12:45 തലയ്ക്ക് സാരമായി പരിക്കേറ്റ അസീമിനെ വഴിയാത്രക്കാർ കണ്ടത്. ഇവർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പാറശാല താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എങ്കിലും ഇന്നലെ രാവിലെ 11 മണിയോടെ അസീം മരിച്ചു. അസീമിന് ജെനീഫയുമായുള്ള ബന്ധമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ജെനീഫയെ കാണാൻ വ്യാഴാഴ്ച രാത്രി അസീം എത്തി. ഈ സമയം അവിചാരിതമായി ഭാര്യ വീട്ടിലെത്തിയ ഷമീർ അസീമിനെ കാണുകയും ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകുകയും ചെയ്തു. ഇതിനിടെ ഷമീർ അസീമിനെ പട്ടിക കൊണ്ട് തലക്കടിച്ചു. അസീം മരിച്ചെന്നു കരുതി ജെനീഫയും ഷമീറും ചേർന്ന് സ്കൂട്ടറിന്റെ നടുക്കിരുത്തി ഇയാളെ പനങ്കാലിയിലെ ആളൊഴിഞ്ഞ ഭാഗത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. പൊഴിയൂർ പോലീസ് തമിഴ്നാട് അതിർത്തിയിലുള്ള അസീമിന്റെ സുഹൃത്തുക്കളെ കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോഴാണ് അസീം രാത്രി ജെനീഫയുടെ വീട്ടിൽ എത്തിയിരുന്നതായി വിവരം ലഭിച്ചത്. തുടർന്ന് ജെനീഫയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ആദ്യം കുറ്റം നിഷേധിച്ചെങ്കിലും പിന്നീട് ഇവർ കുറ്റം സമ്മതിച്ചു. ജെനീഫയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഷമീറിനെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.